ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽസ്. ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആണ്. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. പ്രിഫറൻസ് ഷെയർസ് റെഡീമബിൾ ഉണ്ട്, ഇറെഡീമബിൾ ഉണ്ട്. നമ്മൾ ആദ്യം തന്നെ മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു കുറേ ടൈപ്പ് ഷെയർസ് ഉണ്ട്. അതായത് കൺവേർട്ടിബിൾ ഉണ്ട്, പിന്നെ നോൺ കൺവേർട്ടിബിൾ ഉണ്ട്, അതുപോലെ റെഡീമബിളും നോൺ റെഡീം ചെയ്യാൻ പറ്റാത്ത പ്രിഫറൻസ് ഷെയർസ് ഉണ്ടെന്ന്. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നമ്മൾ റിഡീം ചെയ്യുന്നത് ഇപ്പോൾ ചിലപ്പോൾ എത്രയോ വർഷം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അത് റിഡീം ചെയ്യുന്നത്. റിഡീം ചെയ്യുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ അത് പാറിൽ റിഡീം ചെയ്യും, ഡിസ്കൗണ്ടിൽ റിഡീം ചെയ്യും. നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് പാറിൽ, ഡിസ്കൗണ്ടിൽ, അതുപോലെ തന്നെ പ്രീമിയത്തിൽ മറ്റേ ഇഷ്യൂ ചെയ്യുന്നത് പോലെ തന്നെ റിഡീം ചെയ്യുമ്പോഴും പാറിൽ, ഡിസ്കൗണ്ടിൽ, പ്രീമിയത്തിൽ റിഡീം ചെയ്യാം. അപ്പോൾ അങ്ങനെ റിഡീം ചെയ്യുന്ന സമയത്ത് വരുന്ന ജേണൽ എൻട്രീസ്, പിന്നെ എന്തൊക്കെ അവിടെ റിഡീം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ക്യാഷിൻ്റെ ആവശ്യം വരും. അപ്പോൾ അതൊക്കെ എവിടെ നിന്ന് എന്താണ് സോഴ്സസ് ഏതൊക്കെയാണ് അതൊക്കെ ഉള്ളത് കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് മുൻപ് നമുക്ക് ജേണൽ എൻട്രി നോക്കാം. റിഡംഷൻ ഡ്യൂ എൻട്രി, അതായത് റിഡീം ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ഡ്യൂ ചെയ്യും. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു, ഇത് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എമൗണ്ട് മാത്രമേ പോകുള്ളൂ. ഇപ്പോൾ ഇൻ കേസ് പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുന്നതെങ്കിൽ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് അക്കൗണ്ടിൽ വരും. ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ആദ്യം ഡ്യൂ ആക്കും. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് പോകും. പേയ്മെൻറ്റ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിലേക്ക് മെയ്ഡ് ചെയ്യുന്ന സമയത്ത് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഡെബിറ്റ് ചെയ്തിട്ട് ടു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോകും. ഇനി ഈ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, ഇത് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യണം. റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രീ റിസർവ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഫ്രീ റിസർവ്സ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്, അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് റൈറ്റ് ഓഫ് ചെയ്യും. അത് റൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചു ബൈ ബാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്യാപിറ്റൽ ഇപ്പോൾ 1 lakh ആണ്, 20,000 ബൈ ബാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ 1,20,000 അവിടെ എന്താണ് ക്യാപിറ്റൽ കുറയുക ചെയ്യുന്നത്. അപ്പോൾ കുറയുന്ന സമയത്ത് നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും, ഫ്രീ റിസർവ്സിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നു പറഞ്ഞു. സെയിം കേസിൽ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് നടക്കുന്ന സമയത്തും എന്ത് തന്നെയാണ്, നമ്മുടെ ക്യാപിറ്റൽ അവിടെ കുറയാണ്. അപ്പോൾ ക്യാപിറ്റൽ കുറയുന്ന സമയത്തും ഫ്രീ റിസർവ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്ത് ചെയ്യും, ഫില്ലാക്കും. ഓക്കെ, അപ്പോൾ ഈ രണ്ടാണ് വ്യത്യാസമായിട്ട് വരുന്നത്. ഇത് രണ്ടും ഇവിടെ ഫ്രീ റിസർവ്സ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് യൂസ് ചെയ്തിട്ടാണ് സാധാരണ സ്റ്റഡി മെറ്റീരിയലിലൊക്കെ പ്രോബ്സ് റൈറ്റ് ഓഫ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ടി ലിമിറ്റഡ് ഫർണിഷേഴ്സ് യു വിത്ത് ദ ഫോളോയിങ് ബാലൻസ് ഷീറ്റ് അറ്റ് 31st March 2021 in lakhs. ഇക്വിറ്റി ഷെയർസ്, റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്, റിസർവ്സ് തന്നിട്ടുണ്ട്, ഫണ്ട്സ് എംപ്ലോയിഡ്. ഓക്കെ, ദ കമ്പനി redeemed preference shares on 1st April 2021 at a premium of 10%. You are required to pass journal entries to record the above. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്, റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് അത് റെഡീം ചെയ്യാണ്. അപ്പോൾ പ്രീമിയം ഓഫ് 10%. ഇവിടെ എത്രയാണ് വന്നേക്കുന്നത്, ഫേസ് വാല്യൂ 100 ആണ്. അപ്പോൾ അതിൻ്റെ പ്രീമിയം എന്ന് പറയുമ്പോഴത്തേക്കും 100 × 10%. അപ്പോൾ 110-നാണ് എന്ത് ചെയ്യുന്നത്, റെഡീം ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്തും ബൈ ബാക്ക് ചെയ്യുന്ന സമയത്തും ഒക്കെ നമ്മൾ ഫുള്ളി പെയ്ഡപ്പ് ആയിട്ടുള്ള ഷെയർസ് മാത്രമേ ബൈ ബാക്ക് ചെയ്യുള്ളൂ, ബോണസ് ഇഷ്യൂ ചെയ്യുള്ളൂ. ആ സെയിം കേസിൽ തന്നെ റിഡീം ചെയ്യുന്ന സമയത്തും റിഡീം ചെയ്യുന്ന സമയത്തും എന്ത് തന്നെയാണ്, ഫുള്ളി പെയ്ഡപ്പ് ആയിട്ടുള്ള ഷെയർസ് മാത്രമേ നമ്മൾ റിഡീം ചെയ്യുള്ളൂ. ഇൻ കേസ് ഇവിടെ കോളേജിന് അരിയർ വന്നിട്ടുണ്ടെങ്കിൽ ആ ഷെയർസ് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഷെയർസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, റിഡീം ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കോളേജിന് അരിയർ ഒന്നും തന്നിട്ടില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, ഫുൾ ഷെയർസും റിഡീം ചെയ്യാം. ഇവിടെ ഇപ്പോൾ ലാക്സിലാണ് തന്നിരിക്കുന്നത്. 200 ഡിവൈഡഡ് ബൈ 100 2 lakh ഷെയർസ് ആണ് റിഡീം ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ എൻട്രി എന്ത് വരും, ഓക്കെ, അപ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ എന്ത് വരും, നമ്മൾ ഡ്യൂ ചെയ്യും. ഡ്യൂ ചെയ്യുന്ന സമയത്ത് ഷെയർ ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്യും, 12% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. അക്കൗണ്ട് ഡെപ്റ്റർ ടു. ഇനി എത്രയാണെന്നുള്ളത്, അതായത് എത്ര ഷെയർസ് ആയിരുന്നു, 2 lakh ഷെയർസ് ഇൻറ്റു 110 റുപ്പിക്ക്. അപ്പോൾ ഇത് ഷെയർ ക്യാപിറ്റലിലേക്കാണ്. അപ്പോൾ അവിടെ എന്താണ്, പ്രീമിയം വരുന്നുണ്ട്. പ്രീമിയം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ഓക്കെ, എത്രയാണ് വരുന്നത്, ഇവിടെ 2 lakh ഇൻറ്റു 100, ഇവിടെ 2 lakh ഇൻറ്റു 110. അപ്പോൾ എത്ര വരും, കൂടെ ലാക്സിൽ എഴുതാം. അപ്പോൾ 2 lakh ഇൻറ്റു 100 എത്ര വരും,
200 lakh. ഇനി ഇവിടെയോ 2 lakh ഇൻറ്റു 10 20 lakh. ഇനി അതെങ്ങോട്ടേക്ക് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിലേക്ക് ഡ്യൂ ആക്കും. ഓക്കെ, 220 lakh being the amount due. ഇനി അടുത്തത് ഷെയർ ക്യാപിറ്റലിലേക്ക് നമ്മൾ ഡ്യൂ ആക്കി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ഇപ്പം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ ഡെബിറ്റ് ചെയ്യും. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക് അക്കൗണ്ടിന് ക്യാഷ് പോയി. ഇനി ബിങ് ദ എമൗണ്ട് പെയ്ഡ്. ഇനി അടുത്ത് എന്താണ്? നമ്മുടെ ഇത് റിഡംഷൻ ചെയ്തതിൻ്റെ എൻട്രി നമ്മൾ എഴുതി. ഇനി എന്താണ്? ഇവിടെ പ്രീമിയം റൈറ്റ് ഓഫ് ചെയ്യാനുണ്ട്. പ്രൊറോപ്സ് റൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം? ഫ്രീ റിസർവ്സ് യൂസ് ചെയ്യണം. നമ്മുടെ ഫ്രീ റിസർവ്സ് എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് റൈറ്റ് ഓഫ് ചെയ്യേണ്ടത്? 20 lakh. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ക്യാപിറ്റൽ റിസർവ് ഉണ്ട്, ഷെയർ പ്രീമിയം ഉണ്ട്, റവന്യൂ റിസർവ്സ് ഉണ്ട്. ഷെയർ പ്രീമിയം മീൻസ് സെക്യൂരിറ്റി പ്രീമിയം. അപ്പോൾ ഇവിടെ സെക്യൂരിറ്റീസ് പ്രീമിയം വെച്ചിട്ടാണ് നമ്മുടെ റൈറ്റ് ഓഫ് ചെയ്യുന്നതെല്ലാം എന്താണ്? സെക്യൂരിറ്റീസ് പ്രീമിയം വെച്ചിട്ടാണ് എന്ത് ടെക്സ്റ്റ് ഫോളോ ചെയ്തിരിക്കുന്നത് സ്റ്റഡി മെറ്റീരിയൽ. അപ്പോൾ ഷെയർ പ്രീമിയത്തിലൂടെ 25 lakhs ഉണ്ട്. നമുക്ക് എത്ര വെച്ചിട്ട് റൈറ്റ് ഓഫ് ചെയ്യേണ്ടത്? 20 lakhs ആണ് നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യേണ്ടത്. നമുക്ക് അത് യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ ക്യാപിറ്റലിൽ എത്ര കുറവ് വന്നു? അതായത് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എത്രയാണ്? നമ്മുടെ എത്രയാണ് ഷെയർ ക്യാപിറ്റൽ കുറഞ്ഞതോ അത്രയും തന്നെ നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ഫ്രീ റിസർവ്സിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഫ്രീ റിസർവ്സ് ഏതൊക്കെയാണുള്ളത്? ക്യാപിറ്റൽ റിസർവ്, റവന്യൂ റിസർവ്. അത് രണ്ടും നമ്മുടെ ഫ്രീ റിസർവ് ആണ്. അപ്പോൾ റവന്യൂ റിസർവിൽ 260 ഉണ്ട്. നമുക്ക് എത്ര വേണം? 200 വേണം. ഇവിടെ നോക്കുകയാണെങ്കിൽ 50 മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താണ്? റവന്യൂ റിസർവിൽ നിന്ന് 200 ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് എടുക്കുന്ന ഫ്രീ റിസർവ്സ് സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ നിന്ന്. സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിൽ നിന്ന് പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് റൈറ്റ് ഓഫ് ചെയ്യും. എത്ര വെച്ചിട്ട്? 20 lakh. ഇനി അടുത്തത് എന്താണ്? നമുക്ക് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് എന്ത് ട്രാൻസ്ഫർ ചെയ്യണം? ഫ്രീ റിസർവ്സിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യണം. ഇവിടെ നമ്മൾ ഏത് റിസർവ് എടുത്തത്? റവന്യൂ റിസർവ്. റവന്യൂ റിസർവ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. എത്രയാണ്? 200 lakh. ഓക്കെ, ഓക്കെ, ഇത്രയാണേ ഉള്ളൂ. എൻട്രീസ് എന്ന് പറയുന്നത് ഇത്രയാണേ ഉള്ളൂ. ഇനി ഇതുപോലെ തന്നെ കുറച്ച് ഇത് കൂടെ നോക്കാനായിട്ട് നമുക്ക് ചില സമയത്ത് റിഡംഷൻ റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാഷ് ഉണ്ടായിന്ന് വരില്ല. ചില സമയത്ത് റിസർവ്സിൽ നിന്നും നമുക്ക് എടുക്കുന്ന അത്രേ എടുക്കാൻ പറ്റത്തുള്ളൂ. റിസർവിൽ ബാക്കി ഇനി ഉള്ളതാണ് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇല്ലാത്ത കേസിൽ വരുന്ന സമയത്ത് നമ്മൾ അതിന് ചിലപ്പോൾ ഇഷ്യൂ ചെയ്യും. അതായത് നമുക്ക് ഉണ്ടായിരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ചിലപ്പോൾ സോൾവ് ചെയ്യും, അതിൽ നിന്ന് കുറച്ച് എമൗണ്ട് കിട്ടും. അതും പോരാന്ന് തോന്നുമ്പോൾ ചിലപ്പോൾ ഫ്രഷ് ഇഷ്യൂ നമുക്ക് കുറച്ച് ഇക്വിറ്റി ഷെയർസ് ചിലപ്പോൾ ഇഷ്യൂ ചെയ്യും. അപ്പോൾ നമ്മൾ ഫണ്ടിനുള്ള സോഴ്സ് ഉണ്ടാക്കും. ഇനി ചില സമയത്ത് നമ്മളുടെ അടുത്ത് അവർ ചോദിക്കുകയാണ്, നമുക്കിങ്ങനെ ഓരോരുത്തർ തന്നിട്ട് എത്ര ഇഷ്യൂവും കൂടെ ഇനി ചെയ്യണം, എത്ര ഇഷ്യൂവും കൂടെ ചെയ്താലാണ് ഫണ്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മളോട് തന്നെ ചോദിക്കുകയാണ്. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, 2016 ഡിസംബറിൽ ഒരു ക്വസ്റ്റ്യനാണ്. എപ്പിസ് ലിമിറ്റഡ് ഹാസ് 12% redeemable preference share capital of 1 lakh consisting of shares of 100 each fully called and paid up. The company wants to redeem that at 10% പ്രീമിയത്തിൽ redeem ചെയ്യണം. അപ്പോൾ ഇവിടെ എത്രയാണ് ഷെയർ ക്യാപിറ്റൽ? എത്രയാണ്? 1 lakh ആണ് തന്നിരിക്കുന്നത്. അതായത് ഈ എമൗണ്ട് ആണ് 1 lakh, 100 each fully called and paid up. അപ്പോൾ ഷെയർസ് എത്ര വരും? അതായത് 1 lakh ഡിവൈഡ് ബൈ 100,000 ഷെയർസ് ആണ് ടോട്ടൽ റിഡീം ചെയ്യാനുള്ളത്. ഇനി സെക്യൂരിറ്റീസ് പ്രീമിയം 4,000, PNL 20,000 തന്നിട്ടുണ്ട്. ദ കമ്പനി വാണ്ട്സ് ടു മേക്ക് എ മിനിമം ഫ്രഷ് ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 each at a 5% premium for redemption of the preference shares.
ഓക്കെ, അപ്പോൾ എന്താണ് റിഡംഷന് വേണ്ടിയിട്ട് സോഴ്സ് എന്താണ്, ഫണ്ടിനുള്ളത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ന്യൂ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് എന്താണ് ഇഷ്യൂ ചെയ്തു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അസർട്ടൻ ദ എമൗണ്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ടു ബി മെയ്ഡ് ബൈ ദ കമ്പനി, എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്യണം എന്നുള്ളത് നമ്മൾ അസർട്ടൻ ചെയ്യുക, കണ്ടുപിടിക്കുക. പാസ് നെസറി ജേർണൽ എൻട്രീസ് റിഗാർഡിംഗ് റിഡംഷൻ ഓഫ് ദ പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ഫ്രഷ് ഇഷ്യൂ. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും റിഡംഷൻ്റെ കേസിൽ വരുന്ന സമയത്ത് ഇപ്പോൾ ആദ്യം ചെയ്ത ക്വസ്റ്റ്യനിൽ ജസ്റ്റ് റിഡംഷൻ മാത്രം ചെയ്യാനുള്ള അതിൻ്റെ എൻട്രീസ് മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ചില സമയത്ത് റിഡംഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ ചെയ്യും, ഫ്രഷ് ഇഷ്യൂ മെയ്ഡ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ കേസൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ സോഴ്സ്, ഫണ്ടിനുള്ള സോഴ്സ് അറേഞ്ച് ചെയ്ത ജേർണൽ എൻട്രീസ് എഴുതിയിട്ട് വേണം നമ്മൾ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസിൻ്റെ എൻട്രി എഴുതാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയാണ് എമൗണ്ട് വേണ്ടത്, അതായത് 1 lakh കൺസിസ്റ്റിംഗ് ഷെയർസ് ഓഫ് 100 ഈച്ച്, 1000 ഷെയർസ് ആണുള്ളത്. 1000 ഷെയർസിൻ്റെ എത്ര വെച്ചിട്ടാണ് പ്രീമിയം, 10% പ്രീമിയത്തിലാണ് ഇത് റെഡീം ചെയ്യുന്നത്. അപ്പോൾ 100ൻ്റെ 10%. സോ 110ലാണ് ടോട്ടൽ എമൗണ്ട് എടുക്കുന്നത്. അപ്പോൾ 1,10,000 ആണ് ആകെ എത്ര വേണ്ടത്, റെഡീം ചെയ്യാനായിട്ടുള്ള എമൗണ്ട് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സെക്യൂരിറ്റീസ് പ്രീമിയം ഉണ്ട്, P&L ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കി എത്ര ഷെയർസും കൂടെ നമുക്ക് വേണം എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് തന്നെ നമുക്ക് എത്രയാണ് റെഡീം ചെയ്യാൻ വേണ്ടത് എമൗണ്ട്, $1,000 ഷെയർസ് ഇൻറ്റു 110, അതായത് 1,10,000 ഷെയർ, 1,10,000 എമൗണ്ട് നമുക്ക് ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് 1,10,000 ആണ് എമൗണ്ട് ആവശ്യം വരുന്നത്. നമുക്ക് എത്രയാണ് സെക്യൂരിറ്റീസ് പ്രീമിയം 4,000 ഉണ്ട്. അതുപോലെ തന്നെ ഏതാണുള്ളത് വേറെ, P&L അക്കൗണ്ടിൽ 20,000 ഷെയർസ്, 20,000 എമൗണ്ട് ഉണ്ട്. ഇനി അതും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് എത്ര അതിന് ഷെയർസും കൂടെയാണ് ഇനി ഇഷ്യൂ ചെയ്യാനുള്ളത്. എങ്ങനെയാണെങ്കിലാണ് ഈ എമൗണ്ട് കൃത്യമാവുള്ളൂ. അപ്പോൾ അത് എത്ര വേണം എന്നുള്ളത് നമ്മൾ ഇപ്പോൾ എത്ര ഷെയർസ് ആണോ ഇൻറ്റു നമ്മളോട് എത്ര ഷെയർസ് എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യണമെന്ന് പറഞ്ഞാൽ 5% പ്രീമിയത്തിനാണ്. അപ്പോൾ 10ൻ്റെ 5% പ്രീമിയം എന്ന് പറയുമ്പോൾ 105%. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 10.5ലാണ് എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ മെയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എത്ര ഷെയർസ് നമുക്കറിയില്ല, ഷെയർസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഷെയർസ് ഇൻറ്റു എത്രയാണ് എമൗണ്ട് ചെയ്യുമ്പോൾ, അതായത് പ്രീമിയത്തിന് എമൗണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും, എത്ര കിട്ടണം, 1,10,000 കിട്ടണം. 1,10,000 ഈക്വൽ ടു 24,000 പ്ലസ് 10.5x. 24,000 സൈഡിലേക്ക് വരുമ്പോൾ 10.5x, 1,10,000 മൈനസ് 24,000 എത്രയാണ്, 86,000. സോ എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം, 86,000 ഡിവൈഡഡ് ബൈ 10.5, 8,190. ഇത്രയും ഷെയർസാണ് നമുക്ക് ഇഷ്യൂ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഷെയർസിൻ്റെ എണ്ണം കിട്ടി. ഇനി നമുക്ക് അത് വെച്ചിട്ട് എന്ത് ചെയ്യണം, എമൗണ്ട് കണ്ടുപിടിക്കണം. ഓക്കെ, ആദ്യം തന്നെ എന്താണ്, ഫസ്റ്റ് പറഞ്ഞു നമ്മൾ ഏതൊക്കെയാണ് സോഴ്സ് അത് എഴുതിയിട്ട് അതിൻ്റെ ജേർണൽ എൻട്രീസ് എഴുതിയിട്ട് വേണം പിന്നെ നമ്മൾ റിഡംഷൻ നടത്താൻ. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ എന്താണ്, ഇഷ്യൂ ചെയ്തതിൻ്റെ ഇത് എഴുതണം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരുന്നത്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് എത്രയായിരിക്കും ട്രാൻസ്ഫർ ആവുന്നത്, ഓക്കെ 10.5 ആണ് ഉള്ളത്, സോറി 10.5ൽ 10 ആണ് എന്ത് വരുന്നത്, ആപ്ലിക്കേഷൻ എമൗണ്ട്. അതായത് ആപ്ലിക്കേഷനിൽ തന്നെ മുഴുവൻ എമൗണ്ട് നമുക്ക് കിട്ടി. അപ്പോൾ അത് ബാങ്ക് അക്കൗണ്ടിലേക്ക് ആദ്യം തന്നെ ട്രാൻസ്ഫർ ചെയ്യും. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു എത്രയാണ് വരുന്നത്, ബാങ്ക് അക്കൗണ്ടിലേക്ക് 8,190 ഇൻറ്റു 10.5, അത്രയും ഷെയർസ് 85,995. ഇനി എന്താണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഏതാണ്, സോറി പ്രിഫറൻസ് അല്ല, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എങ്ങനെയാണ് വന്നത്, എത്രയാണ് വന്നത്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പ്രീമിയം ഒരിക്കലും പോകത്തില്ല. 8,190 ഇൻറ്റു 10, 81,900. ബാക്കി വരുന്നത് പ്രീമിയത്തിലേക്ക് പോകും, ടു സെക്യൂരിറ്റീസ് പ്രീമിയം. അതായത് 8,190 ഇൻറ്റു 0.5 പ്രീമിയം എത്രയായിരിക്കും, 4,095. ഓക്കെ,
ഇനി അടുത്തത് എന്താണ്, നമ്മൾ ഇത് ഇഷ്യൂ ചെയ്തു. ഇനി അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, നമുക്ക് എന്ത് ചെയ്യാം, റിഡംഷൻ നടത്താം. ഓക്കെ, റിഡംഷൻ നടത്താൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ എന്ത് ചെയ്യണം, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 12% റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലാണ്. അപ്പോൾ 12% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആദ്യം തന്നെ ഡെബിറ്റ് ചെയ്യും. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എത്രയാണ് ഡെബിറ്റ് ചെയ്യുന്നത്, അതായത് 1000 ഷെയർസ് ആണുള്ളത്. 1000 ഷെയറിൽ എത്രയാണ് ഇത് 100, ബാക്കി 10 എന്ന് പറയുന്നത് സെക്യൂരിറ്റീസ് പ്രീമിയത്തിലേക്ക് പോകും. അപ്പോൾ ടോട്ടൽ എത്ര വരും ഇതിൽ, 1 lakh. ഇനി സെക്യൂരിറ്റീസ് പ്രീമിയത്തിലേക്ക് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് എത്രയാണ്, 10,000. ഇനി അടുത്തത് എങ്ങോട്ടേക്കാണ്, ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിലേക്ക് ഡ്യൂ ആക്കും. ബീങ് ദ എമൗണ്ട് ഡ്യൂ. ഇനി ഇതെന്ത് ചെയ്യാണ്, ഷെയർ ഹോൾഡേഴ്സിന് എമൗണ്ട് പേ ചെയ്യുന്ന സമയത്തുള്ള എൻട്രി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ ഡെബിറ്റ് ചെയ്യും. ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോകും. എത്രയായിരിക്കും, ഇതിൻ്റെ എമൗണ്ട് ഇതിൽ 1 lakh, സോറി ഇവിടെ 10,000, 1,10,000. ഇവിടെ എന്താണ്, ബീങ് ദ എമൗണ്ട് പെയ്ഡ്. ഇനി അടുത്ത് എന്താണ്, ഇനി നമ്മുടെ ഇതിൻ്റെ എൻട്രി കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്കിത് റൈറ്റ് ഓഫ് ചെയ്യണം. പ്രീമിയം റൈറ്റ് ഓഫ് ചെയ്യണം ആദ്യം തന്നെ. പ്രീമിയം റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് റിസർവ് യൂസ് ചെയ്യും, സെക്യൂരിറ്റീസ് പ്രീമിയം ഇവിടെ 4,000, P&L എത്രയാണുള്ളത്, 20,000 ആണുള്ളത്. നമുക്കിത് സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ നമുക്ക് 4,000 ഉള്ളൂ. നമുക്ക് എത്ര റൈറ്റ് ഓഫ് ചെയ്യണം, പ്രീമിയം എത്ര വന്ന് 10,000 നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഏത് ഫ്രീ റിസർവ്സ് യൂസ് ചെയ്യുന്നത്, ഇവിടെ 2 ഫ്രീ റിസർവ്സേ ഉള്ളൂ. അതിൽ P&L നമ്മൾ യൂസ് ചെയ്യുകയാണ്. P&L അക്കൗണ്ട് ഇതിന് എത്രയാണ് എടുക്കുന്നത്, 10,000 ടു പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് 10,000. ഇനി അടുത്തത് എന്താണ്, ഇനി ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് എത്രയാണോ കുറവ് വന്നത് അത് നമ്മൾ എന്ത് ചെയ്യും, ഫ്രീ റിസർവ്സിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യും. ഇവിടെ എത്രയാണ് കുറവ് വന്നത്, അതായത് നമുക്ക് 1 lakh ആണ് കുറവ് വന്നത്. 1 lakh കുറവ് വന്നതിൽ നമ്മൾ ഫ്രഷ് ഇഷ്യൂ മെയ്ഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, ബാലൻസ് ചെയ്തു. അതായത് 1,10,000 കുറവ് വന്നതിൽ നമ്മൾ എത്രയാണ് ഫ്രഷ് ഇഷ്യൂ മെയ്ഡ് ചെയ്തത്, 8,190 ഇൻറ്റു എന്താണ്, പ്രീമിയം യൂസ് ചെയ്തില്ല, അല്ലാതെ യൂസ് ചെയ്തത്. 1,10,000 എത്ര കുറവ് വന്നു, 81,900 യൂസ് ചെയ്തു. അതിൻ്റെ ബാലൻസ് വന്നത് എത്രയാണ്, സോറി എത്രയാണ് ഇതിൽ വന്നത്, പ്രിഫറൻസ് അല്ല ഷെയർ ക്യാപിറ്റൽ കുറവ് വന്നത് 1 lakh ആണ്. ഓക്കെ, 1 lakh മൈനസ് 81,900, 18,100 കുറവ് വന്നു. അപ്പോൾ ആ 18,100 എന്ത് ചെയ്യണം, നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് യൂസ് ചെയ്യുന്നത് 18,100 നമുക്ക് എവിടെ നിന്ന് യൂസ് ചെയ്യാനേ പറ്റുള്ളൂ, നമ്മളിപ്പോൾ P&L അക്കൗണ്ടിൽ നിന്ന് തന്നെ എടുത്തു. P&L അക്കൗണ്ടിൽ നിന്ന് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആകെ 20,000 എമൗണ്ടാണ് നമ്മുടെ ക്യാപിറ്റൽ റിഡംഷൻ P&L അക്കൗണ്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നമ്മൾ പൊറോപ്സ് റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര യൂസ് ചെയ്തു, 10,000 യൂസ് ചെയ്തു. ബാക്കി നമ്മുടെ അടുത്ത് എത്രയാണുള്ളൂ, 10,000 ആണുള്ളൂ. പക്ഷെ നമുക്ക് 18,100 എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ആകെ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഫ്രീ റിസർവ്സ് മാത്രമേ ഉള്ളൂ. സെക്യൂരിറ്റീസ് പ്രീമിയം ഒരിക്കലും ഒരു ഫ്രീ റിസർവ്സ് അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ P&L അക്കൗണ്ടിന് പകരം ഇത് എവിടെ എടുക്കണം, സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ നിന്ന് ആ 4,000 എമൗണ്ട് എടുക്കണം. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ 4,000 എമൗണ്ട് എടുത്തിട്ട് നമുക്കിത് തികയില്ല. കാരണം എന്താ, 10,000 വേണം. സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ നിന്ന്
സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ നിന്ന് 4000 എമൗണ്ട് 4000 ആണ് ഇവിടെ തന്നിട്ടുള്ളൂ, അല്ലാതെ വേറെ ഓക്കെ അതായത് സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ 4000 ആണ് ഉണ്ടായിരുന്നത്, 4000 ഉണ്ടായിരുന്നു. പിന്നെ എന്തും കൂടെ ഉണ്ട്, നമ്മൾ ഫ്രഷ് ഇഷ്യൂ മെയ്ഡ് ചെയ്ത സമയത്ത് നമുക്ക് എത്രയും കൂടെ കിട്ടി, 4095 കൂടെ കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 8095 ടോട്ടൽ സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ നിന്ന് കിട്ടി. ബാക്കി വരുന്ന എമൗണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, P&L നിന്ന് എടുത്താൽ മതി. അപ്പോൾ 8095 മൈനസ് 10,000, ബാക്കി 1905 നമ്മൾ എവിടെ നിന്ന് എടുത്തു, P&L നിന്ന് എടുത്തു. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ P&L നിന്ന് ബാക്കി എത്ര വരും, 20,000 ഉണ്ടായിരുന്നതിൽ നമ്മൾ എത്ര യൂസ് ചെയ്തു, റൈറ്റ് ഓഫ് ചെയ്യാനായിട്ട്, പ്രോപ്സ് റൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് 1905 യൂസ് ചെയ്തു. ബാക്കി 18,095 ഉണ്ട്. നമുക്ക് എത്ര മതി, 18,100 മതി. സാധാരണ ഇത് 18,005 ആണ് വരുന്നുള്ളൂ, പക്ഷെ നമുക്ക് 18,100 വേണം. ഓക്കെ, അവിടെ ഒരു എത്രേൻ്റെ കുറവ് വരുന്നുണ്ട്, 5 റുപ്പിയുടെ കുറവ് വരുന്നുണ്ട്. ആ 5 കുറവ് വന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ സെക്യൂരിറ്റീസ് പ്രീമിയം റൈറ്റ് ഓഫ് ചെയ്യാൻ നേരത്ത് 8190 ഇൻറ്റു 0.5 4095 കിട്ടി. പക്ഷെ നമ്മൾ ഈ ഷെയർസ് ഇവിടെ എടുത്തതില്ലേ, ഷെയർസ് നമ്മൾ എടുത്തത് 86,000 ഡിവൈഡഡ് ബൈ 10.5 നമ്മൾ എടുത്തത്. 10.5 എടുത്ത സമയത്ത് നമുക്ക് എത്ര ഷെയർസ് ശരിക്കും അവിടെ വന്നത്, ഇത്രയും ഷെയർസാണ് വന്നത്. നമ്മളവിടെ എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തി. അപ്പോൾ 8190 ഷെയർസ് നമ്മൾ എടുത്തുള്ളൂ, അവിടെ ഒരു പോയിൻറ്റ് ഫോൾസ് ആണ്, അതിൻ്റെ ആ ഷെയർസിൻ്റെ നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എന്താണ് ഒരു 5ൻ്റെ കുറവ് വന്നത്. ഓക്കെ, നമ്മളത് 18,100 ആയിട്ട് ഇട്ട് 5ൻ്റെ കുറവാണുള്ളൂ. ഓക്കെ, സോ ഇത്രയാണ് ഉള്ളൂ. ഇനി എന്താണ് being the transfer of nominal value to cap reserve account. Okay, അത്രയാണ് ഉള്ളൂ ആ ക്വസ്റ്റ്യനിൽ. സിമ്പിളാണ്, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഷെയർസ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അത് മാത്രം എഴുതി വെച്ചാൽ മതി. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. അതിൽ ബൈബാക്ക് ഉണ്ട്, ബോണസ് ഷെയർ ഉണ്ട്, അതുപോലെ തന്നെ റിഡംഷൻ ഉണ്ട്. മൂന്നും കൂടെ ചേർന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അതും കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ റിഡംഷൻ ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആവും. ഓക്കെ, 2012 ഡിസംബറിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ഫോളോയിങ് വാസ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് അണ്ടർവേൾഡ് ലിമിറ്റഡ് അസെറ്റ് 31/3/2012. നമുക്ക് ഷെയർസ് ഇതൊക്കെ തന്നിട്ടുണ്ട്, ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ഓൺ 1/4/2012 ദ കമ്പനി ഡിസൈഡഡ് ടു ബൈ ബാക്ക് 20% ഓഫ് ഇറ്റ്സ് ഇക്വിറ്റി ഷെയർസ് അറ്റ് എ പ്രീമിയം ഓഫ് 10 പെർ ഷെയർ. അതായത് ഇക്വിറ്റി ഷെയറിൻ്റെ 1 ലാഖിൻ്റെ 20%, അതായത് എത്രയാണ്, 20,000 ഷെയർസ് പ്രീമിയത്തിൽ 10 ആയിരുന്നു അതിൻ്റെ ഫേസ് വാല്യൂ. അതിൻ്റെ 10 ഓഫ് ഇറ്റ്സ് ഇക്വിറ്റി ഷെയർസ് അറ്റ് പ്രീമിയം ഓഫ് 10 പെർ ഷെയർ, അതായത് 10 + 10 അതാണ് അതിൻ്റെ ബൈബാക്ക് പ്രൈസ്. ഫോർ ദിസ് പർപ്പസ് ദ കമ്പനി സോൾഡ് ഇറ്റ്സ് എൻറ്റർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ 2.30 lakh ആൻഡ് ഇഷ്യൂഡ് 1,500 12% പ്രിഫറൻസ് ഷെയർസ് ഓഫ് അലോട്ട്മെൻറ്റ്. അതായത് എമൗണ്ടിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഇൻവെസ്റ്റ്മെൻറ്റ് സോൾഡ് ചെയ്തു, അതുപോലെ തന്നെ 1,500 പ്രിഫറൻസ് ഷെയർസും എന്ത് ചെയ്തു, ഇഷ്യൂ ചെയ്തു. ദ എമൗണ്ട് പേബിൾ വാസ് 60 ഓൺ ആപ്ലിക്കേഷൻ ആൻഡ് 40 ഓൺ അലോട്ട്മെൻറ്റ്. പ്രിഫറൻസ് ഷെയർസിൻ്റെ ഇത് 60 ആപ്ലിക്കേഷനും 40 അലോട്ട്മെൻറ്റിനും. ദ ഇഷ്യൂ വാസ് ഫുള്ളി സബ്സ്ക്രൈബ്ഡ്, മുഴുവൻ സബ്സ്ക്രൈബ് ചെയ്തു. ദെയറാഫ്റ്റർ ദ കമ്പനി ഇഷ്യൂഡ് ബോണസ് ഷെയർസ് ഓഫ് 10 അറ്റ് ദ റേറ്റ് ഓഫ് 1 ബോണസ് ഷെയർ ഫോർ എവറി 5 ഇക്വിറ്റി ഷെയർസ് ഹെൽഡ് ബൈ ദി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അതായത് അത് കഴിഞ്ഞിട്ട് ഫുള്ളി എന്ത് ചെയ്തു, സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തത്. 10 എത്ര ഷെയർസിന്, 1 ബോണസ് ഷെയർ ഫോർ എവറി 5 ഇക്വിറ്റി ഷെയർസ്, 5 ഷെയർസിന് ഒരു ബോണസ് ഷെയർ വെച്ചിട്ട് എന്ത് ചെയ്തു, ഇഷ്യൂ ചെയ്തു. ഷോ ദ ജേർണൽ എൻട്രീസ് ആൻഡ് ബാലൻസ് ഷീറ്റ് ആഫ്റ്റർ ദ അബോവ് ട്രാൻസാക്ഷൻസ് വർ കംപ്ലീറ്റഡ്. നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കണം, നമുക്കിവിടെ റിഡംഷൻ നടന്നിട്ടില്ല. ഇവിടെ എന്താണുള്ളത്, പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തു, ബൈബാക്ക് വന്നു, അതുപോലെ തന്നെ ബോണസ് ഷെയറും വന്നു. അപ്പോൾ ഇത്രയും കൂടെ നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ബോണസ് ഷെയറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ എത്ര ബോണസ് ഷെയർ ആണ് ഇഷ്യൂ ചെയ്തതെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. എത്ര ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തതെന്നുള്ളതിന് മുൻപ് നമുക്ക് ആദ്യം തന്നെ എന്താണ് ചെയ്തത്, ഇവിടെ ബൈബാക്ക് ഓരോ സ്റ്റെപ്പ് വൈസ് ആണ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് തന്നെ ബൈബാക്ക് ആണ് ചെയ്തത്. ബൈബാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തത്.
ഫസ്റ്റ് തന്നെ നമ്പർ ഓഫ് ഷെയർസ് ബൈബാക്ക് ചെയ്തത് എത്രയാണെന്നുള്ളത്. നമ്പർ ഓഫ് ഷെയർസ് ബൈബാക്ക് എത്രയാണ്? 1 lakh ഇക്വിറ്റി ഷെയർസിൻ്റെ 20%, 20,000 ഷെയർസ് അറ്റ് 20 പെർ ഷെയറിന് ബൈബാക്ക് പ്രൈസ്. ഇനി എത്രയാണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തെന്നുള്ളത്. നമ്പർ ഓഫ് ബോണസ് ഷെയർ എത്ര ഇഷ്യൂ ചെയ്തെന്നുള്ളത് എത്രയായിരുന്നു? 1 lakh ഷെയറിൻ്റെയാണ് നമ്മൾ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തത്. പക്ഷേ അവിടെ എത്രയാണ്? 20,000 കുറഞ്ഞു, ബൈബാക്ക് ചെയ്തു. അപ്പോൾ അവിടെ എത്ര കുറഞ്ഞു? 1 lakh മൈനസ് 20,000, 80,000 ആയിട്ട് കുറഞ്ഞു. 80,000 ഷെയർസിന് 5 ഷെയർസ് ഹെൽഡ് ചെയ്തവർക്ക് വെച്ചിട്ട് 1 ബോണസ് ഷെയർ എന്ത് ചെയ്തു? ഇഷ്യൂ ചെയ്തു. അപ്പോൾ എത്ര കിട്ടി? 60,000 ഷെയർസ് ആണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഓരോന്ന് ജേർണൽ എൻട്രി എഴുതാം. ഫസ്റ്റ് തന്നെ എന്താണ് ഇവിടെ ചെയ്തത്? നമ്മൾ പറഞ്ഞു ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിലും ബൈബാക്ക് ഇഷ്യൂ ചെയ്യുകയാണെങ്കിലും നമുക്ക് എന്താണ് ഫണ്ട് വേണം. അപ്പോൾ അതിന് വേണ്ടി ഫണ്ട് അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ എൻട്രി എഴുതാനായിട്ട്. ഫസ്റ്റ് തന്നെ എന്താ ചെയ്തത്? കമ്പനി സോൾഡ് ഇറ്റ്സ് എൻറ്റയർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ 2.30 lakh. ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സോൾഡ് ചെയ്തു. ഇൻവെസ്റ്റ്മെൻറ്റ് ശരിക്കുള്ള വാല്യൂ 1.8 ആയിരുന്നു. പക്ഷേ അത് 2.3ക്ക് സോൾഡ് ചെയ്തു എന്ന് പറയുമ്പോൾ അവിടെ എത്ര വരും? ഒരു പ്രോഫിറ്റ് എത്ര കൂടി? അവിടെ 2.3 മൈനസ് 1.8 0.5. ഓക്കെ, 0.5 എത്ര വന്നു? പ്രോഫിറ്റ് വന്നു. ഇതിന് ലാക്സിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ്മെൻറ്റ് സോൾഡ് ചെയ്ത സമയത്ത് അക്കൗണ്ടിലേക്ക് ക്യാഷ് കയറി. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു എത്രയാണ്? ബാങ്കിലേക്ക് എത്രയാണ് വന്നത്? 2.3 lakh. ഓക്കെ, ഇനി ഇത്രയാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. എത്രയായിരുന്നു ശരിക്കും? 1.8ൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു. ബാക്കി എമൗണ്ട് പിയാനിലേക്ക് 0.5 ബീങ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് സോൾഡ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? അടുത്ത ഇതിന് വേണ്ടിയിട്ട് എമൗണ്ടിന് വേണ്ടിയിട്ട് എന്താ ചെയ്തത്? പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തു. പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തതിൽ ഇത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ്. ആദ്യം ആപ്ലിക്കേഷൻ എമൗണ്ടാണ് വന്നത്. ആപ്ലിക്കേഷൻ എമൗണ്ട് എങ്ങനെയാണ് വന്നത്? ആദ്യം ബാങ്ക് അക്കൗണ്ടിലേക്ക് കയറും. അത് കഴിഞ്ഞിട്ട് ബാങ്ക് അക്കൗണ്ട് പ്രിഫറൻസ് ഷെയർസ് എന്താണ്? ഇതിൽ പാറിലാണ് ഇഷ്യൂ ചെയ്തത്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു 1,500 ഷെയർസ് 100ന് വെച്ചിട്ട്. അപ്പോൾ എത്രയാണ്? 1,50,000. സോറി, ഇത് ആപ്ലിക്കേഷൻ എമൗണ്ട് അല്ലേ? ആപ്ലിക്കേഷൻ എമൗണ്ട് 60 ആണ്. അപ്പോൾ എത്ര വരും? 90,000. ഇൻ ലാക്സിൽ എഴുതുമ്പോൾ 0.9 വരും. 0.9 എന്താണ്? ടു പ്രിഫറൻസ് ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്. ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തു. ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ്? ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അത് എങ്ങോട്ടേക്ക് അയക്കും? ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അതിൻ്റെ എൻട്രി എങ്ങനെയാണ് വരുന്നത്? പ്രിഫറൻസ് ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. എത്രയാണ്? ഇവിടെ പ്രീമിയം ഇല്ലാത്ത കാരണം സെയിം എമൗണ്ട് തന്നെ വരും, 0.9. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? അലോട്ട്മെൻറ്റ് വിളിക്കുമ്പോൾ അത് ആദ്യം ഡ്യൂ ആക്കണം. ഡ്യൂ ആക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എവിടെ വരും?
അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആക്കി ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. എത്രയായിരിക്കും അലോട്ട്മെൻറ്റ് മണി? അതായത് 1500 ഇൻറ്റു അലോട്ട്മെൻറ്റ് മണി 40. 1500 60,000. അപ്പോൾ 0.6 being the allotment money due. ഇനി അടുത്തത് എന്താണ്? അലോട്ട്മെൻറ്റ് മണി ട്രാൻസ്ഫർ ചെയ്യുന്നത്. അലോട്ട്മെൻറ്റ് മണി ബാങ്കിലേക്ക് വരുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റർ ടു പ്രിഫറൻസ് ഷെയർ അലോട്ട്മെൻറ്റ് ക്രെഡിറ്റ് ചെയ്യും. അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്തു. ഇനി അടുത്തത് എന്താണ്? അതായത് നമ്മൾ സോഴ്സസ് ഫണ്ട് കിട്ടാനുള്ളത് നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ എൻട്രീസ് എല്ലാം എഴുതി. ഇനി അടുത്തത് എന്താണ്? ഇനി ആദ്യം ബൈബാക്ക് ചെയ്യണതാണ് എഴുതേണ്ടത്, അത് പ്രിഫറൻസ് ഷെയർസ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്താണ് എഴുതേണ്ടത്. ബൈബാക്ക് ചെയ്യുന്നതാണ് എഴുതേണ്ടത്, കാരണം ബോണസ് ഷെയർ ബൈബാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ബൈബാക്ക് ചെയ്യുന്ന സമയത്തുള്ള എൻട്രി എന്താണ്? ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. പിന്നെന്താണ്? പ്രീമിയത്തിലാണ്, കാരണം എത്ര ഷെയർസാണ് ബൈബാക്ക് ചെയ്യുന്നത്? 20,000 ഷെയർസാണ് ബൈബാക്ക് ചെയ്യുന്നത്. 20,000 ഷെയർസിൽ 20 ബൈബാക്ക് പ്രൈസ്, പക്ഷേ അതിൻ്റെ 10 ആണ് ഫീസ് വാല്യൂ ആണ് ഇവിടേക്ക് വരുന്നത്. അപ്പോൾ 2 lakhs. ഇനി അടുത്തത് എന്താണ്? സെക്യൂരിറ്റീസ് പ്രീമിയത്തിലേക്ക് അതും ഇതുപോലെ തന്നെ 20,000 ഇൻറ്റു 10 2 lakh. എങ്ങോട്ടേക്ക്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിലേക്ക് ഡ്യൂ ആക്കും 4 lakh. ഇനി അത് കഴിഞ്ഞിട്ട് എമൗണ്ട് കിട്ടുന്ന സമയത്ത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോവും. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെബിറ്റർ ടു എത്ര വരും? 4 lakh. ഓക്കെ, ബൈബാക്കിൻ്റെ കഴിഞ്ഞു. ഇനി ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കുറയുന്ന സമയത്ത് നമ്മൾ അതെന്ത് ചെയ്യും? ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതുപോലെ എന്താണ്? അപ്പോൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിൽ നിന്ന് എവിടെ നിന്നാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? ഫ്രീ റിസർവ്സിൽ നിന്നാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. പക്ഷേ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് എത്ര ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ബൈബാക്ക് ചെയ്ത സമയത്ത് എത്രയാണ്? 2 lakh ആണ് നമ്മുടെ കുറവ് വന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എത്രയാണോ ക്യാപിറ്റൽ കുറഞ്ഞത് അത്രയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫ്രീ റിസർവ്സിൽ നിന്ന് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ക്യാപിറ്റൽ കുറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്തു? ന്യൂ പ്രിഫറൻസ് ഷെയർസ് എന്ത് ചെയ്തു? ഇഷ്യൂ ചെയ്തു. അപ്പോൾ അവിടെ അത്രയും കുറവ് വന്നുള്ളൂ. അതായത് 2 lakh കുറവ് വന്നു. 2 lakh കുറവ് വന്ന സമയത്ത് എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്തു? നമ്മൾ അവിടെ എന്താണ്? പ്രീമിയത്തിൻ്റെ കേസ് എടുക്കത്തില്ല. 1500 ഷെയർസ് ഇഷ്യൂ ചെയ്തു. എത്ര രൂപയ്ക്ക്? 100. അപ്പോൾ അവിടെ എത്ര ക്യാപിറ്റൽ? 1,50,000 ഓൾറെഡി വന്നു. ബാക്കി എത്രയാണ്? 50,000 ആണ് കുറവ് വന്നുള്ളൂ ക്യാപിറ്റലിലേക്ക്. ആ എമൗണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ? ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ്? ഏത് റിസർവ്സിൽ നിന്ന് നമുക്ക് എടുക്കുന്നുള്ളത്? അതായത് ഫ്രീ റിസർവ്സ് ഏതൊക്കെയാണുള്ളത്? ഇവിടെ ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ്? സെക്യൂരിറ്റീസ് പ്രീമിയം ഒരു ഫ്രീ റിസർവ്സ് ആണ്. ജനറൽ റിസർവ് ഒരു ഫ്രീ റിസർവ് ആണ്. P&L ഒരു ഫ്രീ റിസർവ് ആണ്. നമുക്ക് 50,000 എമൗണ്ട് മതി. 50,000 എമൗണ്ട് നമുക്ക് ഏതിൽ നിന്ന് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ എന്തിൽ നിന്ന് എടുക്കാം? ജനറൽ റിസർവിൽ നിന്ന് എടുക്കാം. 3.10 നമുക്ക് അതിൽ നിന്ന് എടുക്കാം. ജനറൽ റിസർവ് അക്കൗണ്ടിൽ നിന്ന് എത്രയാണ്? 50,000 0.5 ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക്. ഓക്കെ, ഇവിടെ നരേഷൻ എഴുതാം. ഇനി എന്താണ്? ഇനി ബൈബാക്കിൻ്റെ കഴിഞ്ഞതിനടുത്ത് നമുക്ക് എന്ത് ചെയ്യണം? ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യണം. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വരുന്ന സമയത്ത് നമ്മുടെ എന്താണ് എൻട്രി? എവിടെ നിന്നാണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്? അതിൻ്റെ
എന്തെഴുതണം, ഏതൊക്കെ റിസർവ്സിൽ നിന്നാണെന്നുള്ളത് ആദ്യം എഴുതണം. അത് കഴിഞ്ഞിട്ട് ഷെയർ ഹോൾഡേഴ്സിനെ ഡ്യൂ ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ എത്ര ഷെയർസ്, എത്രയാണ് എമൗണ്ട് വേണ്ടത്? 16,000 ഷെയർസാണ് എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. നമുക്ക് എമൗണ്ട് എത്രയാണ് വേണ്ടത്? 1,60,000 ആണ് എമൗണ്ട് നമുക്ക് ആവശ്യം വരുന്നത്. ഓക്കെ, നമുക്ക് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം എടുക്കേണ്ടത് ഏതിൽ നിന്നാണ്? ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിൽ നിന്ന്. നമ്മൾ ആദ്യം പഠിച്ചായിരുന്നു. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എമൗണ്ട് ആദ്യം എടുക്കേണ്ടത് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിൽ. എത്രയാണോ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിൽ ഉള്ളത് അത്രയും എടുക്കാം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പോകേണ്ടത് സെക്യൂരിറ്റീസ് പ്രീമിയം അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവിൽ നിന്ന്. അതെന്താണ്? റിയലൈസ്ഡ് ഇൻ ക്യാഷ് ആണെങ്കിൽ മാത്രം. അത് കഴിഞ്ഞിട്ട് എങ്ങോട്ടേക്ക് പോകണം? ഫ്രീ റിസർവ്സിലേക്ക്. അതായത് P&L, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ്, അങ്ങനെ അതൊക്കെ എന്താണ്? ഫ്രീ റിസർവ് ആണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് നമ്മൾ എത്രയാണ് ട്രാൻസ്ഫർ ചെയ്തത്? ഇവിടെ വേറെ ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് തന്നിട്ടില്ല. ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് എന്താണ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. പക്ഷെ എന്താണ്? ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് നമ്മളിപ്പോൾ എത്ര ട്രാൻസ്ഫർ ചെയ്തു? 0.5 നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ അത്രയും എമൗണ്ട് തന്നെ എന്ത് ചെയ്തു? നമ്മളെടുത്തു ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടും അതെടുത്തു. കാരണം എന്താണ്? ബൈബാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ആ എമൗണ്ട് എന്തായാലും അവിടെ ഉണ്ടാവും ഫ്രീ റിസർവ്സിൽ. ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിൽ നമ്മൾ ആദ്യം തന്നെ എടുത്തു. ഇനി നമുക്ക് എത്രയാണ് വേണ്ടത്? 1,60,000. ഇനി 1,10,000 എമൗണ്ടും കൂടെ വേണം. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇനി അടുത്തത് ഏതാ? സെക്യൂരിറ്റീസ് പ്രീമിയം അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ്. ഇവിടെ നമുക്ക് സെക്യൂരിറ്റീസ് പ്രീമിയം തന്നിട്ടുണ്ട് 3.5. ആ 3.5 എമൗണ്ട് മുഴുവനായിട്ടും വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് എടുക്കാം. കാരണം 1.10 നമുക്ക് അതിൽ ആവശ്യമുള്ളൂ. സെക്യൂരിറ്റീസ് പ്രീമിയം ഇത് നോട്ട് റിയലൈസ്ഡ് ഇൻ ക്യാഷ് എന്നുള്ള ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അതിൻ്റെ ആവശ്യമില്ല. സെക്യൂരിറ്റീസ് പ്രീമിയം റിയലൈസ്ഡ് ഇൻ ക്യാഷ് എന്നുള്ള ഒരു അസ്യൂം ചെയ്തിട്ട് നമ്മളത് അതിൽ നിന്ന് എത്രയാണ് എടുക്കുന്നത്? അതായത് 1,60,000 എമൗണ്ടിൽ 50,000 യൂസ് ചെയ്തു നമ്മൾ. ഇനി നമുക്ക് 1,10,000 കൂടെ വേണം. അത് നമ്മളെടുത്തു സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ നിന്ന്. ഇനി എന്ത് ചെയ്യണം? ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് എന്ത് ചെയ്യണം? ഡ്യൂ ആക്കണം. നരേഷൻ എഴുതാം. ഇനി അടുത്തത് അപ്പോൾ ഇവിടെ എത്ര വരും? 1.6. ഇനി അടുത്തത് എന്താണ്? ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്ത് ഇതെന്ത് ചെയ്യാണ്? ബാങ്ക് അക്കൗണ്ടിലേക്ക്. ബാങ്ക് അക്കൗണ്ടിൽ നിന്നല്ല, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് നമ്മൾ ഇങ്ങോട്ടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക്. സോ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. എത്ര വന്നു? 1.6. ഓക്കെ, സോ ഇത്രയാണേ ഉള്ളൂ ആ ഒരു ക്വസ്റ്റ്യൻ. കുറേ കൺഫ്യൂഷൻ വരും. പിന്നെന്താണ്? ഒരു ബാലൻസ് ഷീറ്റും കൂടെ നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബാലൻസ് ഷീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളൂ? നമുക്കിവിടെ അസറ്റും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എന്തും തന്നിട്ടുണ്ട്? ലയബിലിറ്റീസ് തന്നിട്ടുണ്ട്. അസറ്റ് സൈഡ്സിൽ പ്രത്യേകിച്ച് വേറെ എക്സ്ട്രാ ഒന്നും വരാനില്ല. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ്സ് സോൾഡ് ചെയ്തു. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്തു? അവിടെ കുറഞ്ഞു. പിന്നെ P&L വരുന്ന സമയത്ത് ഇവിടെ 1.1 ആണ് തന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് സോൾഡ് ചെയ്ത സമയത്ത് നമുക്കൊരു 0.5 എന്ത് വന്നു? പ്രോഫിറ്റ് വന്നു. ആ പ്രോഫിറ്റ് എന്ത് ചെയ്യും? ആ പ്രോഫിറ്റ് ഇവിടെ ആഡ് ആവും. 1.10ൽ 1.6 ആയിട്ട് മാറും. ഓക്കെ, പിന്നെ ജനറൽ റിസർവ്, പിന്നെ അതുപോലെ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിൽ നിന്നൊക്കെ നമ്മൾ ഇതെടുത്തു, എമൗണ്ട് എടുത്തു. സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ നിന്ന് എടുത്തു, ജനറൽ റിസർവിൽ നിന്ന്. അതൊക്കെ കുറഞ്ഞ് അങ്ങനെ ആ ഒരു ഇത് നമ്മൾ സൈഡ് ചെയ്ത് എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, റിഡീം ചെയ്യുന്നതിൻ്റെ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. Mogari Limited has 10% redeemable preference share capital of 30 lakh consisting of 10 shares fully paid up. 30 lakh എമൗണ്ട് ആണ്, ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ 3 lakh ആണ് ഷെയർസ് റിഡീം ചെയ്യാനുള്ള പ്രിഫറൻസ് ഷെയർസ് വരുന്നത്. ദ കമ്പനി വാണ്ട്സ് ടു റിഡീം ദിസ് ഷെയർസ് അറ്റ് 25% പ്രീമിയത്തിൽ. അപ്പോൾ എത്ര വരും? 25%.
12.5-ന് എന്ത് ചെയ്യണം, റിഡീം ചെയ്യണം. ദ ലെഡ്ജർ അക്കൗണ്ട് ഷോസ് ദ ഫോളോയിങ് ബാലൻസ്. എത്രയൊക്കെയാണുള്ളത്? സെക്യൂരിറ്റീസ് പ്രീമിയം 1 lakh, റിസർവ് 13 lakh, പി ആൻഡിൽ 7 lakh. ഇനി ഇൻ ഓർഡർ ടു ഫെസിലിറ്റേറ്റ് ദ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ദ കമ്പനി ഡിസൈഡഡ് ദ ഫോളോയിങ്. ഇക്വിറ്റി ഷെയർസ് എത്രയാണ്? 1,20,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 ഈച്ച് വരെ ഇഷ്യൂഡ് അറ്റ് 50% പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തു. റിഡീം ചെയ്യാൻ വേണ്ടിയുള്ള എമൗണ്ട്സ് സോഴ്സസ് ആണത്. ഇനി അടുത്തത് 10,000 12% ഡിബഞ്ചേഴ്സ് ഓഫ് 100 വരെ ഇഷ്യൂഡ് അറ്റ് പാർ. ഇനി അടുത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ബുക്ക് വാല്യൂ സോൾവ് ചെയ്തു. 5,60,000 സോൾവ് ചെയ്തു. 5 lakh ആയിരുന്നു അതിൻ്റെ വാല്യൂ, അത് 5,60,000 സോൾവ് ചെയ്തു. അപ്പോൾ 60,000 എന്ത് ചെയ്യും? പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും? ക്രെഡിറ്റ് ആവും. ഇനി പാസ് നെസറി ജേർണൽ എൻട്രീസ് ടു റെക്കോർഡ് ദ അബൌട്ട് ട്രാൻസാക്ഷൻസ് ആൻഡ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം തന്നെ നമ്മുടെ സോഴ്സസ് ആദ്യം അതിൻ്റെ ജേർണൽ എൻട്രീസ് എഴുതിയിട്ട് വേണം റിഡംഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തു. അപ്പോൾ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്ത സമയത്ത് എന്ത് വരും? ഇത് ഒറ്റയടിക്കാണ്, അതായത് ആപ്ലിക്കേഷൻ എമൗണ്ട് മുഴുവനായിട്ട് കിട്ടുക ചെയ്തത്, ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടല്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവുകയാണ് മണി. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു. ഇനി ഇവിടെ ഡിബഞ്ചേഴ്സും ബാങ്ക് അക്കൗണ്ട് രണ്ടും കൂടെ ഒരുമിച്ച് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ടു ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ മണി, ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് എത്രയായിരിക്കണം? അതായത് 1,20,000 ആണ്. ഇത് പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്ന പറയുമ്പോഴത്തേക്കും 12.5-ൽ ആ 50%, അതായത് 12.5 റിഡംഷൻ്റെ ആണ്. ഇത് റിഡീം ചെയ്യുന്നതിൻ്റെ പ്രൈസ് ആയിരുന്നു. 10-ൻ്റെ 50% എന്നാണ് പറഞ്ഞത്. അപ്പോൾ 10 × 150% ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ എത്ര വരും? 15. 1,20,000 × 15 18 lakh വരും. ഇനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു. ഡിബഞ്ചർ എത്രയാണ്? പാറിനാണ് ഇഷ്യൂ ചെയ്തത്. അപ്പോൾ ഡിബഞ്ചർ 10,000 ഷെയർസ് ഇഷ്യൂ ചെയ്തു ഇൻറ്റു 100-ന്. അപ്പോൾ എത്ര കിട്ടും? 10 lakh. അപ്പോൾ ടോട്ടൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് കയറിയത് എത്രയാണ്? 28 lakh ആണ്. നരേഷൻ എഴുതുക. ഓക്കെ, ഇനി അടുത്തത് ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് കിട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഷെയർ ക്യാപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഡിബഞ്ചർ കിട്ടിയതും അതും എന്ത് ചെയ്യണം? ഡിബഞ്ചറിൻ്റെ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഫസ്റ്റ് തന്നെ ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ആപ്ലിക്കേഷൻ എത്രയാണ്? 18 lakh ആണ്. ഈ 18 lakhൽ പ്രീമിയം കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ടിലേക്ക് ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എത്രയാണ് പോകുള്ളൂ? 1,20,000-ൽ 10 ആണ് ഇവിടെ വരുള്ളൂ. ബാക്കി എങ്ങോട്ടേക്ക് പോകും? സെക്യൂരിറ്റീസ് പ്രീമിയത്തിലേക്ക്. സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിലേക്ക് എത്ര ട്രാൻസ്ഫർ ആവും? 1,20,000 × 5. ഇത് 12 lakh. എത്ര വരും? 6 lakh വന്നു. ഓക്കെ, ഇവിടെ ഓരോന്ന് കൂടുന്നതനുസരിച്ച് നമുക്ക് തന്നിരിക്കുന്ന ബാലൻസും എന്താണ്? കൂടും. അതായത് ബാലൻസ് ഇപ്പോൾ ഇവിടെ സെക്യൂരിറ്റീസ് പ്രീമിയം 1 lakh ആയിരുന്നു തന്നിരുന്നത്. സെക്യൂരിറ്റീസ് പ്രീമിയം ഇവിടെ 6 lakh കൂടെ എന്തായി? കൂടി. അപ്പോൾ എന്താണ്? ആ 6 lakh കൂടെ അവിടെ വരും. ഓക്കെ, ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? ഇത് ചെയ്തു നമ്മൾ. ഡിബഞ്ചർ ചെയ്യണം. ബീങ് ദ എന്താണ് അത് എഴുതുക. ഇനി അടുത്തത് ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് 12% ഡിബഞ്ചറിലേക്ക് എത്ര വരും? 10 lakh. അതിൽ പ്രീമിയം ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ടോട്ടൽ എമൗണ്ട്. ഓക്കെ, ഇനി അടുത്തെന്താണ്? ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് സോൾവ് ചെയ്തു. ഇൻവെസ്റ്റ്മെൻറ്റ് സോൾവ് ചെയ്ത സമയത്ത് എത്രയാണ് വരുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് സോൾവ് ചെയ്ത സമയത്ത് ബാങ്ക് അക്കൗണ്ടിലേക്ക് എമൗണ്ട് വന്നു. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ശരിക്കുള്ള വാല്യൂ 5,60,000 ആണ്.
ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നത്. അതിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ എത്രയായിരുന്നു? 5 lakh ആയിരുന്നു വാല്യൂ. ബാക്കി എങ്ങോട്ടേക്ക് പോകും? P&L അക്കൗണ്ടിലേക്ക് പോകും, 60,000. ഓക്കെ, ഇനി നമ്മുടെ എമൗണ്ട് വന്നതെല്ലാം എഴുതി, സോഴ്സസ് എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? റിഡംഷൻ ചെയ്യണം. റിഡംഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ എന്ത് ചെയ്യണം? പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ എത്ര? പ്രിഫറൻസ് 12% ആണ്. 10% റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. എന്നിട്ട് ഇവിടെ എന്താണ് റെഡീം ചെയ്യുന്നത്? എത്ര? 12.5-നാണ് റെഡീം ചെയ്യുന്നത്. അപ്പോൾ എത്ര ഷെയർസ് റെഡീം ചെയ്യുന്നത്? 3 lakh ഷെയർസാണ് റെഡീം ചെയ്യുന്നത്. 3 lakh ഷെയർസ് റെഡീം ചെയ്യുന്ന സമയത്ത് 12.5-ൽ 10 ഫേസ് വാല്യൂ ആണ് ഇവിടെ വരുന്നത്, 30 lakh. ബാക്കി വരുന്നത് എങ്ങോട്ടേക്കായിരിക്കും? സെക്യൂരിറ്റീസ് പ്രീമിയത്തിലേക്ക്. $2.5. സോറി, സെക്യൂരിറ്റീസ് പ്രീമിയം അല്ലല്ലോ. റിഡംഷൻ ചെയ്യുന്ന സമയത്ത് എന്താണ്? പെർ ഓപ്സ് പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. മിസ്റ്റേക്ക്. 3 lakh into 2.5, 7,50,000. ഇനി അതെങ്ങോട്ടേക്ക് പോകും? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ് നമ്മളിത് ഡ്യൂ ആക്കും. ടു പ്രിഫറൻസ് ഷെയർസ് ഹോൾഡേഴ്സ്. $37,50,000. ഇനി അടുത്തത് എന്താണ്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിൽ നിന്ന് ഇനി ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആവും. ഇതിന് 37,50,000 ടു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് പോവും. ബീങ് ദ എമൗണ്ട് പെയ്ഡ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഇനി എത്രയാണ് കുറവ് വന്നത്? നമ്മൾ ആദ്യം തന്നെ പ്രീമിയം എന്താണ് എന്ത് ചെയ്തു? റൈറ്റ് ഓഫ് ചെയ്യണം. അപ്പോൾ പ്രീമിയം റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സെക്യൂരിറ്റീസ് പ്രീമിയം യൂസ് ചെയ്യും. അതുപോലെ തന്നെ എന്ത് യൂസ് ചെയ്യും? ഫ്രീ റിസർവ്സ് യൂസ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇവിടെ സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം എത്രയാണ് ഉണ്ടായിരുന്നത്? സെക്യൂരിറ്റീസ് പ്രീമിയം ബാലൻസസ് എത്ര വരും എന്നുള്ളത് നോക്കാം. 1 lakh ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. 1 lakhൽ നിന്ന് എത്ര വെച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഓക്കെ, ഷെയർ ഇഷ്യൂ ചെയ്ത സമയത്ത് അവിടെ ഒരു പ്രീമിയം എത്ര കയറി? 6 lakh കയറി. പിന്നെ അത് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ എത്ര വന്നു? 7 lakh സെക്യൂരിറ്റീസ് പ്രീമിയത്തിൻ്റെ ബാലൻസ് വന്നു. ഇനി അടുത്തത് P&L. ജനറൽ റിസർവിൽ 30 lakh തന്നെ ഉണ്ട്. 13 lakh. ഇനി P&L അക്കൗണ്ടിൽ എത്രയായിരുന്നു ബാലൻസ് ഉണ്ടായിരുന്നത്? 7 lakh ബാലൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇൻവെസ്റ്റ്മെൻറ്റ് സോൾവ് ചെയ്ത സമയത്ത് ഒരു 60,000 കയറി. 7 lakh 60,000 ഇപ്പോൾ ടോട്ടൽ ഉണ്ട്. ഇനി നമുക്ക് ഇത് പ്രീമിയം റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സെക്യൂരിറ്റീസ് പ്രീമിയമാണ് ടെക്സ്റ്റിൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് തന്നെ ഇവിടെ യൂസ് ചെയ്യണം. നമുക്ക് എത്രയും വേണം? 7 lakh വേണം. സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിൽ നിന്ന് നമ്മൾ യൂസ് ചെയ്യാണ്. നമുക്ക് പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എത്ര വേണം? 7,50,000 വേണം. 7,50,000-ന് നമ്മുടെ അടുത്ത് ആകെ സെക്യൂരിറ്റീസ് പ്രീമിയം എത്രയാണോ ഉള്ളൂ? 7 lakh ആണ് ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സെക്യൂരിറ്റീസ് പ്രീമിയം മാത്രം എടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. എന്തും കൂടെ എടുക്കണം? ഫ്രീ റിസർവ്സ് ആയിട്ടുള്ള ഒന്നല്ലെങ്കിൽ ജനറൽ റിസർവിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ P&L നിന്ന് എടുക്കാം. ജനറൽ റിസർവിൽ നിന്ന് എടുക്കാം. ജനറൽ റിസർവ് അക്കൗണ്ടിൽ നിന്ന് 50,000 കൂടെ എടുത്തു. ഓക്കെ, ഇനി അടുത്തെന്താണ്? ഇനി നമ്മുടെ എന്ത് ഇത് ചെയ്യണം? ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. റിഡംഷൻ. അപ്പോൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? അതായത് നമ്മൾ റെഡീം ചെയ്ത സമയത്ത്
30 ലാക്ക് 37 ഓക്കെ. നമ്മുടെ ഷെയർ ക്യാപിറ്റൽ എത്രയാണ് കുറഞ്ഞത് അതാണ് നമുക്ക് ഇത് ചെയ്യേണ്ടത്, ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. 30 ലാക്കാണ് കുറഞ്ഞത്. 30 ലാക്കാണ് കുറഞ്ഞത് ഷെയർ ക്യാപിറ്റലിൽ. അതിൽ നമ്മളിവിടെ എന്ത് ചെയ്തു? ഫ്രഷ് ഇഷ്യൂ മേഡ് ചെയ്തു. ഫ്രഷ് ഇഷ്യൂ ചെയ്ത സമയത്ത് എത്ര വന്നു? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് 12 ലാക്ക് ഷെയർ ക്യാപിറ്റൽ ചെയ്ത സമയത്ത് വന്നു. ഡിബെഞ്ചർ ചെയ്ത സമയത്ത് എത്ര വന്നു? 10 ലാക്ക്. ബാലൻസ് എത്ര വേണം ഇനി? സോറി, ഡിബെഞ്ചർ എടുക്കാൻ പറ്റില്ലല്ലോ നമുക്ക് എന്തേ എടുക്കാൻ പറ്റത്തുള്ളൂ? ലാക്ക്. നമ്മൾ പുതിയതായിട്ട് ഇഷ്യൂ ചെയ്തത് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തത് 12 ലാക്ക്. അത് എത്രയാണ് ശരിക്കും ഇഷ്യൂ ചെയ്തത്? 18 ലാക്കിന് ഇഷ്യൂ ചെയ്തു. പക്ഷേ 18 ലാക്കിൽ പ്രീമിയമാണ് ബാക്കി വന്നേക്കുന്നത്. ബാക്കി 12 ലാക്ക് മാത്രമാണ് എന്ത് ഫേസ് വാല്യൂവിൽ ഇഷ്യൂ ചെയ്തതുള്ളൂ. അപ്പോൾ ആ 12 ലാക്ക് നമ്മൾ ഇഷ്യൂ ചെയ്തു. 30 ലാക്ക് ഉണ്ടായിരുന്നതിൽ 12 ലാക്ക് എന്ത് ചെയ്തു? ബാലൻസ് ചെയ്തു. ബാക്കി 18 ലാക്കും കൂടെ വേണം. ആ 18 ലാക്ക് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അത് ബാലൻസ് ചെയ്യും. അപ്പോൾ അതിന് എത്ര? നമുക്ക് 18 ലാക്ക് വേണം. 18 ലാക്ക് നമുക്ക് എവിടെ നിന്ന് ഒപ്പിക്കാം? നമ്മുടെ സെക്യൂരിറ്റീസ് പ്രീമിയം നമ്മൾ മുഴുവനും എടുത്തു. ഇനി ഇതിലില്ല, ഒന്നുമില്ല. പിന്നെ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് നമുക്ക് സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ നിന്ന് എടുക്കാൻ പറ്റില്ല, കാരണം സെക്യൂരിറ്റീസ് പ്രീമിയം ഒരു ഫ്രീ റിസർവ് അല്ല. ഇനി ജനറൽ റിസർവിൽ 13 ലാക്ക് ഉണ്ട്, ഇതിലും 7,60,000 ഉണ്ട്. ജനറൽ റിസർവിൽ നിന്ന് 13 ലാക്ക് മുഴുവനും എടുക്കുക, പിന്നെ ഇതിൽ നിന്ന് ബാലൻസ് കൊടുക്കാം. ജനറൽ റിസർവിൽ നിന്ന് എടുക്കാനായിട്ട് 30 ലാക്ക് ഇല്ല, കാരണം എന്താ? 50,000 നമ്മളിവിടെ യൂസ് ചെയ്തു. മൈനസ് 50,000 കഴിഞ്ഞ് ബാക്കി എത്രയേ ഉള്ളൂ? 12 ലാക്ക് 50,000 ആണ് ഉള്ളൂ. ഓക്കെ, $12,50,000. ബാക്കി എത്രയും കൂടെ വേണമെങ്കിൽ നമുക്ക് P&L നിന്ന് 18 ലാക്ക് മൈനസ് 12,50,000 5,50,000. 5,50,000 എന്നാണ് P&L എടുക്കാനുണ്ട്, കാരണം 7,60,000 ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്രയാണുള്ളൂ നരേഷൻ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണുള്ളൂ പ്രിഫറൻസ് ഷെയർസ് റിഡംഷൻ എത്രയാണുള്ളൂ. ഇനി അടുത്തത് ഡിബെഞ്ചേഴ്സിൻ്റെ ഒരു സെക്ഷനുണ്ട്, പിന്നെ അതുപോലെ തന്നെ അണ്ടർ റൈറ്റിങ്ങും. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മൊഡ്യൂൾ തീർന്നു.